ഗൈസ് നമ്മളങ്ങനെ സേലം എത്തിയപ്പോഴത്തേനും നമ്മുടെ വണ്ടിക്ക് എന്തോ പണി കിട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ വരുന്നുണ്ട്. സേലം എത്തിയതേ ഉള്ളൂ, ഏകദേശം 2 മണിയോളം ആയിട്ടുണ്ട്. വേറെ വണ്ടികളൊക്കെ റോഡിൽ കുറവാണ്, റൂംസ് ഒന്നുമില്ല. എങ്ങനെ ചെന്നൈ പോകുന്നൊന്നും അറിയത്തില്ല. എന്താ ഭയങ്കര സൗണ്ട് വരുന്നു വണ്ടിയിൽ നിന്ന്, എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇനി പോവാൻ ഇനി പറ്റുമോന്നും അറിഞ്ഞുകൂടാ. அதெல்லாம் ஒன்றும் ஆகாது. ஒன்று பிரேக் வந்து பிடிக்காது, அவ்வளோதான். மற்றபடி அது உங்களுக்கு தெரியும், இண்டிகேஷன் நீங்கள் காட்டிடும். ഹാൻഡ് ബ്രേക്ക് பாருங்க. ഞങ്ങൾ അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോഴത്തേനും അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ബ്രേക്ക് പാഡ് രണ്ടും തേഞ്ഞ് തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ റോഡിൽ ഒരു പോലീസിനെ കണ്ടു, അവരോട് റൂംസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തു, ഇന്നത്തേന് മാത്രം. ഗൈസ് നമ്മളങ്ങനെ മോർണിംഗ് വണ്ടി നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. സേലത്ത് തന്നെയുള്ളൊരു ഹുണ്ടായി ഷോറൂമിലാണ് ഞങ്ങൾ വണ്ടി കൊടുത്തത്. ഇപ്പോൾ വണ്ടി എയറിലാണ്, എയർ കയറി നിൽക്കുകയാണ്. കുറച്ച് ടൈമിൽ വർപ്പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് അവർ സെറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു തന്നു. വീണ്ടും നമ്മൾ എന്നിട്ട് വണ്ടിയായിട്ട് യാത്ര തുടർന്നു. സേലം ടു ചെന്നൈ റൂട്ടിൽ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതുകൊണ്ടൊരു കൗതുകത്തോടെ കയറി നോക്കിയപ്പോഴത്തേനും കുറേ ആടുകളുണ്ടായിരുന്നു. വലിയ ഫാം ആയിരുന്നു. അതിലൊരു കുട്ടി ആടിനെ പരിചയപ്പെട്ടു, നല്ല ക്യൂട്ടായിരുന്നു. ഇതിന്റെ പേരെന്നാ? പേര് കിടയാതാ? അമ്മണിക്കുട്ടി. ഇതാ അമ്മ അമ്മണിക്കുട്ടി. അമ്മണിക്കുട്ടി പാറ. ഇവിടെ എவ்வளவு ஆடு இருக்குன்னா? 30 ஆடு. 30 ஆடா? இது ஃபார்மா நடத்துறீங்க? இல்ல பால் இதுக்கு பால். ஓ அப்படியா? எவ்வளவு வயசு இருக்கு உனக்கு? இது சும்மா ஒரு 2 மாசம் ஆகுது. 2 மாசம்? ஐயோ சின்ன குழந்தை. ഈ ഫാമിലി ഒരു മലയാള ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ചേച്ചി നമ്മള് കേരളത്തിൽ നിന്നാ. ചേച്ചി എവിടുന്നാ? കൊല്ലമാണോ? ഇവിടെ എത്ര നാളായി വന്നിട്ട്? ഇവിടെ വന്നിട്ട് 4 വർഷമായി. ഈ പുല്ല് നമ്മൾ അറുത്തിട്ട് കൊടുക്കണ്ടേ, അടിച്ചിട്ട് അടിച്ചങ്ങ് വിട്ടാ മതി. അങ്ങനെ കുറെ നല്ല മനുഷ്യരെയൊക്കെ കണ്ട് അവരോട് കുറേ നേരം സംസാരിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവരുടെ കഥകളൊക്കെ കേട്ട് ഞങ്ങൾ വീണ്ടും പയ്യെ ചെന്നൈയിലോട്ട് യാത്ര തിരിച്ചു. നമ്മളങ്ങനെ ഇത്രയും നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ലാസ്റ്റ് ചെന്നൈ എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ചെന്നൈയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് ടോളാണ്. കുറേ കാര്യങ്ങൾ ചെന്നൈ കാണാനുണ്ട്, നമുക്ക് പോവാം. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ കഷ്ടകാലം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ടുള്ള കഷ്ടകാലമായിരുന്നു. നമ്മൾ താമ്പരം ജംഗ്ഷനിൽ ചെന്നൈ എത്തുന്നതിന് മുന്നേ താമ്പരം ജംഗ്ഷനിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു. നമ്മുടെ തെറ്റേയല്ല, ഈ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്നതാണ് സിഗ്നലിൽ. പുറകെ ഒന്ന് ഇടിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ചായിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ അവർ പറഞ്ഞ് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ആളുടെ നേരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ അവിടുത്തെ 2 ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുഖത്ത് ചെറിയ പരിക്കുകളൊന്നുമല്ലാതെ വേറെ വലിയ ഇഷ്യൂസ് ഒന്നും അവർക്കില്ലായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്ഥിതി അല്ലായിരുന്നു അവർ കൊണ്ടുപോകാൻ പറഞ്ഞെങ്കിലും. അങ്ങനെ റിക്കവറി വാൻ തപ്പി. റിക്കവറി വാൻ ഏകദേശം അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ള സ്റ്റേഷനിൽ പോയി. എന്നിട്ട് 4500 5000 ആ സെക്യൂരിറ്റി അവർ ചോദിച്ചത്. അങ്ങനെ റിക്കവറി വാൻ വന്ന് എടുത്ത് പോയപ്പോൾ തന്നെ 12ഓളം മണിയായി സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ്. നമ്മൾ ആദ്യം എത്തിയായിരുന്നു. ഒരു സംഭവം നടക്കുന്നൊരു 8 മണിക്കാണ്. നമ്മൾ അപ്പം തന്നെ ഈ പയ്യനെ ആംബുലൻസ് വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ട് അപ്പം തന്നെ നമ്മൾ പോയായിരുന്നു സ്റ്റേഷനിൽ. നമ്മൾ ചെന്നപ്പോൾ വണ്ടി കൊണ്ടുവന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വണ്ടി എടുക്കൊണ്ട് ചെല്ലുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ കുറേ നേരം ഇരുത്തി. അവർക്ക് ഭയങ്കര നമ്മളോട് മീൻസ് അങ്ങനെയല്ല, ഒരു ഭയങ്കര ഇറസ്പോൺസിബിൾ ആണ്. നമ്മൾ അവിടെ വന്നിരിക്കുന്നു, ഞാനൊരു പെണ്ണാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഹെവി റൂൾസ് അധികം ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. എന്ന് വെച്ചാൽ അവരൊരു ലേഡിയാണ് വന്നിരിക്കുന്നത് രാത്രി 12 അതൊന്നും കുറേ നേരം ഇരുത്തി ഞങ്ങളെ. എന്നിട്ട് ഞങ്ങളിപ്പോൾ റൂമിൽ വന്നത് ഏകദേശം 3 മണിയായി. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ എന്നിട്ട് യൂബർ എടുത്ത് ചെന്നൈയിൽ ഇപ്പോൾ റൂമിൽ വന്നേക്കുവാണ്. നമ്മൾ താമ്പരത്താണ് നമ്മൾ റൂം എടുത്തിരുന്നത്. ചെന്നൈ MGR സെന്ററിന്റെ അടുത്താണ്. ഏകദേശം അവിടെ നിന്ന് ഒരു 16-17 കിലോമീറ്ററോളം ഉണ്ട് ചെന്നൈ സിറ്റി എത്താൻ വേണ്ടിയിട്ട്. വണ്ടി സ്റ്റേഷനിലാണ് കിടക്കുന്നത്. അതാണ് മെയിൻ ഇഷ്യൂ. കാരണം വെച്ചാൽ അവിടെ ഒരു യാർഡ് പോലും ഇല്ലാത്തൊരു സംഭവത്തിൽ SRM യൂണിവേഴ്സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവരൊരു പോലീസ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ട്രാഫിക് സ്റ്റേഷൻ മാത്രമാണ് അത്. അവിടെ നമ്മൾ കുറേ വണ്ടികളുടെ കൂട്ടത്തിൽ കൊണ്ട് ഇട്ടേക്കുവാണ് നമ്മുടെ വണ്ടി. ഒരു സേഫ്റ്റി പോലും ഇല്ല. നമുക്ക് ഇട്ടിട്ട് വരാൻ മനസ്സൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ല. അവർ പറഞ്ഞാൽ ചെയ്തേ പറ്റും. നമ്മുടെ തെറ്റല്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ എന്നിട്ട് ഇപ്പോൾ റൂം എത്തിയതേ ഉള്ളൂ. ഭയങ്കര ടയർഡാണ്. നമ്മളിപ്പോൾ എന്തായാലും ഉറങ്ങാൻ പോവാണ്. നാളെ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല. നാളെ CSR ഒക്കെ എഴുതിയിട്ട് മാത്രമേ അവർ എന്തായാലും വണ്ടി വിട്ടുതരുമെന്ന് തോന്നുള്ളൂ. CSR കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. CSR റിപ്പോർട്ട് വഴി വണ്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ. നാളെ കാണാം.